ഹായ് ഫ്രണ്ട്സ്, സമത് ഡെയിലി വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വീടിനും ഇതേമാതിരി ഈ എമർജൻസിൻ്റെ കോഡ് വെയർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനത് രണ്ടാമതായി നമുക്ക് സ്വന്തമായി റിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായാലും ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നിരന്തരമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നേരെ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എന്താ പ്രത്യേകത വെച്ചാൽ സാധാരണ എമർജൻസിക്കൊക്കെ 2 പിന്നെ കോഡ് വെയർ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെ കുത്തിയാലും പ്രശ്നമില്ല. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇതിന് 3 പിൻ ഉണ്ടാവും ഈ എമർജൻസിക്ക്. അപ്പോൾ ഒരിക്കലും ന്യൂട്രലും ഫേസും മാറിപ്പോകാൻ പാടില്ല. കാരണം മാറിപ്പോയാൽ എമർജൻസി ബോർഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വീഡിയോയിൽ കാണിക്കുന്ന വീഡിയോ അവസാനം വരെ കാണുക, എന്നാലേ പൂർണ്ണം വരെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ കോഡ് വെയറാണ് ഇതിനെ വീഡിയോയിൽ കാണുന്നത്. കാരണം അതിന് പിന്ന് 3 പിന്നും വയറ് 2 ആണ്. ഒരു ബ്ലൂ കളറും ഒരു റെഡ് മാരി കളറും വയറ് കാണുന്നത്. ആ വയറെന്താ വെച്ചാൽ കട്ടായി പോവാണ്. അപ്പോൾ കാലപ്പായ കൊണ്ട് എന്താ അറിയില്ല, ഉള്ളിൽ കോപ്പർ തീരെയില്ല. അപ്പോൾ നമുക്ക് വയർ ഒഴിവാക്കി പുതിയൊരു വയറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ ഇതേമാതിരി കോഡ് വെയറാണ് വെക്കുന്നത്. അതായത് പിന്ന് 3 പിന്നുണ്ടാവും, വയറ് 2 ഉണ്ടാവും. എന്ന് വെച്ചാൽ ന്യൂട്രൽ ഫേസ് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് എമർജൻസി അയച്ചെടുക്കാം. നമുക്ക് നോക്കാണ്ടോ, എന്താ ബോർഡിൽ നിന്ന് വയർ നേരെ വിട്ട് പോകുന്നതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വയർ വിട്ട് നമുക്ക് ഒരിക്കലും നോക്കിയാൽ അറിയില്ല. കാരണം ഉള്ളിലത്തെ കോപ്പർ കംപ്ലൈൻ്റ് ആയിട്ടാണ് വയർ ഊരി പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ബോർഡൊന്ന് അയച്ചെടുക്കാം. അപ്പോൾ അയച്ചെടുത്തു. 2 ഡയോഡ് വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഇതിന് വയർ വരിക. അവിടെ പോസിറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് പറഞ്ഞാൽ ഫേസ് അവിടെ കൊടുക്കണം. 2 ഡയോഡ് ഉണ്ടാവും. ഡയോഡിൻ്റെ ഭാഗത്തായിട്ട് വീട്ടിൽ കാണുന്ന മാതിരി തന്നെ അവിടെ ഫേസ് കൊടുക്കുക, മറ്റേ ഭാഗത്ത് ന്യൂട്രലും കൊടുക്കുക. അവർക്കൊരു മാറിപ്പോകാൻ പാടില്ല. അതായത് നമുക്കിത് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വയറൊന്ന് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അതിന് മൾട്ടിമീറ്റർ നമ്മൾ ഞാൻ ആ മാർക്ക് ചെയ്ത ആ ഡയോഡ് ചെക്ക് ചെയ്യാനൊക്കെ ഈ കണ്ടിന്യൂറ്റി കിട്ടണം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ കാണുന്നതാണ് ഫേസ് വരിക. വലത്തെ ഭാഗത്ത് ഫേസ്, അടുത്ത ഭാഗത്ത് ന്യൂട്രലാണ് വരിക. നമുക്ക് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വയറ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ. ഞാൻ ഇപ്പോൾ വെച്ച ഭാഗം ഫേസാണത്. നമുക്ക് ഏത് വയറാണ് ഫേസ് വരുന്നത് നോക്കാം. ഉണ്ടോ, ആ കാപ്പി മേലെ കളറാണ് ഫേസ് വരുന്നത്. അതാണ് ഫേസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തുള്ളതാണ് ന്യൂട്രൽ വരുന്നത്. കണ്ടേ, മൾട്ടിമീറ്റർ നോക്കി കാണുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതാണ് അതിന് ഫേസ് വരിക. 2 ഡയോഡ് കൂടി നിൽക്കുന്ന ഭാഗത്താണ് ഫേസ് വരിക. ആ രജിസ്റ്ററിൻ്റെ ഭാഗത്താണ് ന്യൂട്രൽ വരിക. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. അതാണ് ഈ കോഡ് വെയറിന് പ്രത്യേകത. 2 പിന്നിന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും, പക്ഷേ 3 പിന്നെ അങ്ങോട്ട് മാറിപ്പോകില്ല. അതാണ് കോഡ് വെയറിന് പ്രത്യേകത വരുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് സോൾഡർ ചെയ്യാം. അത് ഫേസ് വയറാണ് സോൾഡർ ചെയ്യുന്നത്. നമുക്ക് കാപ്പി കളർ ഫേസ് വയറാണത് സോൾഡർ ചെയ്യണത്. ബ്ലൂ വയർ ന്യൂട്രലാണ് വരിക. ഓക്കെ, അത് സോൾഡർ ചെയ്തു. സാധാരണ എമർജൻസി എങ്ങനെയെങ്കിലും സോൾഡർ ചെയ്താൽ വലിയ പ്രശ്നം. പക്ഷേ ഇതിനെന്താ വെച്ചാൽ ഫേസ് ന്യൂട്രൽ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞു. വളരെ സിമ്പിളായ പരിപാടിയാണ്. ശ്രദ്ധിച്ചാൽ സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. എമർജൻസി ബോർഡ് തന്നെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ സ്കോർ ചെയ്ത് ഫിക്സ് ആക്കി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാകുണ്ടോ നോക്കല്ലോ. നമുക്ക് അതിൻ്റെ ഒരു പച്ച ആണ് ഇൻഡിക്കേറ്റർ ഓണായിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു പച്ച ഇൻഡിക്കേറ്റർ കത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അത് പയമാതിരി തന്നെ നമുക്കൊന്ന് അടച്ച് ഫുള്ള് സ്ക്രൂയൊക്കെ ഇട്ട് ഫിറ്റാക്കാം.
ഓക്കെ, നമ്മൾ എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് സ്വിച്ച് ഓണാക്കാണ്, അവിടെ പച്ച ലൈറ്റ് ഓണാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.